ഒരു കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. ഒരു പാൻഡമിക്കിന്റെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പർച്ചേസിംഗ് മാനുവൽ നോക്കി നിങ്ങൾക്ക് 550 രൂപയിൽ കുറവാണെങ്കിൽ ഇത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യമല്ലാത്ത സാഹചര്യത്തിൽ ആകെയുള്ള 5,30,000 കിറ്റ് വാങ്ങിയതിൽ 15,000 കിറ്റ് കൂടി വേണ്ടുന്ന സാഹചര്യത്തിൽ അത് 1,550 രൂപയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. ആ വിശദീകരണത്തിൽ അസ്വാഭാവികമായി ഞാനൊന്നും കാണുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CAG റിപ്പോർട്ട് ഇതേപോലെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നിരിക്കുന്നത് ഇതേപോലെയുള്ള അസംബന്ധങ്ങളാണ് പലപ്പോഴും CAG എഴുതി പിടിപ്പിക്കാറ്. അത് രാഷ്ട്രീയമായ സംബന്ധങ്ങളാണെന്ന് കൂടി വിശ്വസിക്കുന്നു. CAG പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. 2020 മുതൽ 2016 മുതൽ 2022 വരെയുള്ള CAG റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അസംബന്ധമാണ് എന്നുള്ളത് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണിത്. 700 കോടി എന്നൊക്കെ പറഞ്ഞ് ലോകായുക്തയിൽ കേസിന് പോയവർക്കുള്ള തിരിച്ചടി കൂടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 700 കോടി രൂപയ്ക്ക് ലോകായുക്തയിൽ കേസിന് പോയവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ CAG റിപ്പോർട്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാര്യം CAG കണ്ടെത്തിയത് പരമാവധി 10 കോടി 23 ലക്ഷമാണ് അധികമായി സർക്കാരിന്റെ പർച്ചേസിംഗ് മാനുവലിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടെത്തിയത്.